ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസും കമ്മ്യൂണിറ്റി ടാബിലും ഒക്കെ ഇട്ടതിൻ്റെ കൂട്ട് നമ്മൾ ലൈവ് ഫിഷിനെ വാങ്ങിച്ചേക്കുകയാണ്. ഇതിപ്പോൾ എന്തുവാന്ന് ഏത് ഫിഷിനെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ലൈവായിട്ടുള്ള ഈ ലൈവ് ഫിഷിൻ്റെ അൺബോക്സിങ് കാണും. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര രൂപ ചിലവാണ് അതിന്? 4250 രൂപ പിന്നെ ട്രാൻസ്പോർട്ട്. അപ്പോൾ നമുക്ക് 4500ഓളം നമുക്ക് രൂപ ചിലവായി. അപ്പോൾ അടൂര് വന്ന് സാധനം പിക്ക് ചെയ്തൊക്കെയാണ്. തൃശ്ശൂരിൽ നിന്ന് വന്ന ഐറ്റമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ പറയാം. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് അനിരുദ്ധ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ നമ്മൾ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എത്ര 4500 രൂപ വില വരുന്ന ഫിഷാണ്. അപ്പോൾ ഇത് എൻ്റെ അൺബോക്സിലേക്ക് നോക്കുന്നു പോവാം. ഇത് മുഷിയല്ല, ആരകനല്ല, ഇത് വേറൊരു ഐറ്റമാണ്. ഇതിന്റെ പേര് പ്രഷറിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ പേരാണ് അരോണ. അപ്പോൾ ഇത് 4 ഇഞ്ച് 4.5 ഇഞ്ച് അവര് പറഞ്ഞത്. സൈസ് ഉണ്ട് അത്യാവശ്യം. 4 ഇഞ്ച് കാണത്തേ ഉള്ളൂ കേട്ടോ. കാരണം ഇവനെ ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇവൻ ഷെയർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഷെയർ ഇട്ട സാധനമായത്. അപ്പോൾ ഒരെണ്ണത്തിന് ഇവൻ കൊടുത്തിട്ട് ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ അനിരുദ്ധിനൊരു ഫിഷിനെ കൊടുത്തു. അവൻ്റെ ടാങ്കിൽ ഇറങ്ങുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ കുറച്ച് ലൈറ്റ് കുറവായിരുന്നു. ഇപ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ടാങ്കിനകത്ത് എൻ്റെ ഫിഷിനെ ഇട്ടേക്കുകയാണ്. അപ്പോൾ ഈ ഫിഷിനെ നമ്മൾ ഉടനെ തുറന്നു വിടാൻ പാടില്ല. ഈ ടാങ്കിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് ആ ഫിഷ് കിടക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് ലെവലായതിന് ശേഷം മാത്രമേ അതിനെ തുറന്നു വിടാവൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ ടാങ്കിനകത്ത് ഇട്ടേക്കുവാണ് ഫിഷിനെ. അതിന് ശേഷം ഞാൻ ഈ ഉമ്മാരെ തുറന്നു വിടും. അരോണ ഫിഷ് ഭയങ്കര ലക്കി ഫിഷാണെന്നാണ് ഞാൻ കേട്ട അറിവ്. അപ്പോൾ ഇത് ഉമ്മാരെ എനിക്ക് ലക്കിയാണോ അതോ അൺലക്കി ആണോ നമുക്ക് ഉമ്മാരെ വളർത്തി കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും ഇവന്മാരുടെ കുറേ അപ്ഡേഷൻസ് ഞാൻ എൻ്റെ വീഡിയോസ് ഇനി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരുപാട് ദൂരം വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് വന്നുകൊണ്ടാന്ന് തോന്നുന്നു. ഇവന്മാർ നല്ല ടയേർഡാണ്. അപ്പോൾ ഇവന്മാരെ കൊണ്ടുവന്ന് ടാങ്കി ഇട്ടപ്പോൾ ഇവന്മാർ കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവന്മാർക്ക് മെയിനായിട്ട് എയറേഷൻ മസ്റ്റാണ്. അപ്പോൾ 24 hours എയറേഷൻ കൊടുക്കണം. പിന്നെ ഫുഡ് കൊടുക്കുന്ന സമയം നമ്മളത് ഓഫ് ചെയ്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഫിൽറ്ററിനകത്ത് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറും. ഈ വീഡിയോ കാണുന്ന പലരും വിചാരിക്കും ഞാൻ എന്തൊരു പൊട്ടനാണ്, ഞാൻ എന്തിനാണ് 4000 രൂപയ്ക്ക് ഇത്രയും ചെറിയ 4 മീനെ വാങ്ങിയിട്ടേക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നിങ്ങളിതിനെ വെറും ബിസിനസ്സായിട്ട് കാണരുത്. ഞാനിത് ബിസിനസ്സെന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് എനിക്ക് ഈ ഫിഷിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫിഷും അനിമൽസും ഒക്കെ എനിക്ക് ഭയങ്കര ജീവനാണ്. അമ്മമാരെ കണ്ടില്ലേ, സൂപ്പറായിട്ട് ലൈനായിട്ട് പോകുന്നുണ്ടല്ലോ. ഇനി ഇമാരുടെ ഫുഡിൻ്റെ കാര്യമാണ്. ലൈഫ് ഫീഡാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ലൈവ് ഫിഷ് അൺബോക്സ് ചെയ്തായിരുന്നു. നമ്മൾ വാങ്ങിയത് അരവണയാണ്. അപ്പോൾ അത് തൃശ്ശൂരിൽ നിന്ന് വന്ന് നമ്മളത് അടൂര് വന്ന് പിക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഏത് ഫിഷിനെ വാങ്ങിയിടുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിന് അവർ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. പോരാത്തതിന് ഞാനത് നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് റിപ്ലൈ തന്നു. അവരെല്ലാവരും പറഞ്ഞത് അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് സൈഡിൽ കാണാം. മത്തി അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ്. അങ്ങനെ കുറേ പേര് കുറേ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഡിസ്ലൈക്ക് എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന് നിങ്ങളുടെ കമൻറ്റിൽ പറയുവാണെങ്കിൽ അത്ര സന്തോഷമായിരിക്കും. എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ടെങ്കിൽ അതെനിക്ക് ക്ലിയർ ചെയ്ത് പോകാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ അതൊന്നും മെൻഷൻ ചെയ്യുക. അപ്പോൾ സ്റ്റിൽ ദെൻ ഓക്കെ, ബൈ.